എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് മുറ്റത്തോട്ടൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ചെടികളിലെല്ലാം പൂക്കൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന കാണാൻ തന്നെ ഒത്തിരി ഭംഗിയല്ലേ. അപ്പം എല്ലാ ചെടികളിലും ഇങ്ങനെ പൂക്കൾ നിൽക്കുന്നത് കാണാൻ നമുക്ക് ഇഷ്ടം. അല്ലാതെ ഇങ്ങനെ പൂക്കളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ചെടികളെ കാണാൻ നമുക്ക് ഒട്ടും താല്പര്യമില്ല അല്ലേ. അപ്പം നമ്മുടെ റോസയിലൊക്കെ നോക്കിയാൽ നല്ലതായിട്ട് പൂക്കൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബോഗൺവില്ല നല്ലതായിട്ട് പൂക്കൾ കട്ട കുത്തി പൂത്ത് നിൽപ്പുണ്ട്. അപ്പം ഓരോ വളങ്ങളും ചെയ്ത് കൊടുക്കുന്ന റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ ഒരുപാട് ഫെർട്ടിലൈസറിൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടെന്ന് അതുപോലെ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. റോസയിൽ നമ്മൾ നല്ലപോലെ കട്ട കുത്തി പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മാറി മാറി വളങ്ങൾ കൊടുത്തേ മതിയാകത്തുള്ളൂ. ധാരാളം മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. നമ്മൾ അത് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇടയ്ക്കൊരു NPK കൊടുക്കണം. അതായത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ധാരാളം അടങ്ങിയ വളങ്ങളാണ് നമ്മുടെ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. അപ്പം നമുക്ക് ഒരു രാസവളം ഇടയ്ക്ക് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ഇടയ്ക്കൊരു രാസവളം കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കൊരു ജൈവവളം കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് എക്സോഡസ് ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ വളരെയധികം നന്നാകും. അപ്പം മുരടിപ്പും പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറി നിൽക്കും. പിന്നെ നമുക്ക് വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ വേപ്പെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് വെളുത്തുള്ളിയിൽ നിന്ന് ചതയ്ക്കുക. എന്നിട്ട് ഒരു 5 മില്ലി വേപ്പെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് അരിച്ചെടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഈ സമയത്ത് നമ്മുടെ ചെടികളുടെ പൂക്കളൊക്കെ വണ്ടുകളുടെ ആക്രമണം മൂലം ആ ഒരു കറുത്ത് പോലെ നിൽക്കുന്ന കാണാം. അതായത് പൂക്കളൊന്നും വിരിയാൻ നിൽക്കുന്ന കാണാം. അതൊക്കെ മാറാനായിട്ട് വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്തു പോകുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു പോകാം കേട്ടോ. അപ്പോൾ ഒരുപാട് നമ്മുടെ വളങ്ങളൊക്കെ കണ്ട് അതുപോലെ ചെയ്ത് കൊടുത്തിട്ട് റിസൾട്ട് കിട്ടി ഒരുപാട് പേരുണ്ട്. വാട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്യാറുമുണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമ്മൾ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നത് നശിക്കാനായിട്ടുള്ള വളങ്ങളല്ല, നല്ലപോലെ പൂക്കൾ ഉണ്ടാവാനായിട്ടും പുതിയ തളർപ്പുകൾ ഉണ്ടാവാനായിട്ടും പുതിയ പൂമുട്ടുകൾ ഉണ്ടാവാനായിട്ടും ഒക്കെയുള്ള വളങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. ഞാൻ എന്നും കാണിക്കുന്ന വളം നിങ്ങൾ എന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പം വേണമെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 7-8 ദിവസം കൂടുമ്പോൾ വളപ്രയോഗം മാറി മാറി ചെയ്യാം. നല്ല വേനലാണല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യാം. പ്രത്യേകിച്ച് റോസയൊക്കെ ബഡ് റോസൊക്കെ ഒരുപാട് വളങ്ങൾ ആഗ്രഹിക്കുന്ന ചെടിയാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വളപ്രയോഗം ചെയ്തില്ലെങ്കിൽ ഈ ചെടി മുരടിച്ച് പോകും. പിന്നെ നമുക്ക് ആ ഒരു സങ്കടമാവും. നമ്മൾ നല്ലൊരു റോസയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് പെട്ടെന്ന് മുരടിച്ച് പോകുന്ന കണ്ടാൽ നമുക്ക് ഭയങ്കര സങ്കടമാവും അല്ലേ. അപ്പോൾ അതൊക്കെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ വളപ്രയോഗം ചെയ്തേ മതിയാകത്തുള്ളൂ. ഇന്നും അതുപോലുള്ള നല്ലൊരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വളം ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനായിട്ട് ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ. കാരണം ഞാൻ വേനൽ തുടങ്ങുമ്പോഴത്തേനും കൂടുതലും ഉപയോഗിക്കുന്ന പുളിച്ച കഞ്ഞിവെള്ളം, അതുപോലെ തന്നെ പുളിച്ച നമ്മുടെ അരി കഴുകിയ വെള്ളം പുളിപ്പിച്ചിട്ടൊക്കെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം തണുപ്പ് കൂടുതൽ കിട്ടും നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിന്. അതുപോലെ ധാരാളം പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. ഒരു കീടനാശിനിയുമാണ് കഞ്ഞിവെള്ളം. അപ്പോൾ 1 കപ്പ് കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇത് ഞാൻ തേയിലപ്പൊടി, അതായത് നമ്മൾ തേയില ചായ വെച്ചതിന് ശേഷം അതിൻ്റെ ചണ്ടി ഇതുപോലെ ഉണക്കി എടുത്തതാണ്. കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ കുറച്ച് ശേഖരിച്ച് വെക്കണമെന്നല്ല, അത് ഡയറക്റ്റായിട്ട് നമ്മുടെ ചെടികളുടെ ചോട്ടിലിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ലിക്വിഡ് രൂപത്തിൽ വളം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മഴ സമയത്തൊക്കെയാണ് നമ്മൾ പൗഡർ രൂപത്തിൽ കൊടുക്കാം. ഇനി ഞാൻ ചാരവും മുട്ടത്തോടുകൂടെ പൊടിച്ച്, ചാരത്തിനകത്ത് മുട്ടത്തോട് പൊടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടാണ് ഇടുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു 2 കൈപിടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ചാരവും മുട്ടത്തോടും പൊടിച്ചുകൂടെ ചേർത്തു. 1 കപ്പ് പുളിച്ച കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ 2 കൈപിടി ചാരവും മുട്ടത്തോടും പൊടിച്ചതും പിന്നെ 1 കൈപിടി നമ്മുടെ തേയില ചണ്ടിയുടെ ഉണങ്ങിയ ആ ഒരു തേയില വേസ്റ്റും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു NPK വളമാണ്. നമ്മുടെ ചെടികൾക്ക് ജൈവമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കൊടുക്കുന്ന നല്ല അടിപൊളി ഒരു ഫെർട്ടിലൈസറാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. കുറച്ച് പേരൊക്കെ വന്ന് മെസ്സേജ് ചെയ്യാറുണ്ട്, വളങ്ങളൊക്കെ ഈസി ആയിട്ടുള്ള വളങ്ങളാണ്, പെട്ടെന്ന് കൊടുക്കാം. ശരിയാണ്, ഞാൻ എല്ലാം ഈസി ആയിട്ടുള്ള വളങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കഞ്ഞിവെള്ളം പുളിപ്പിച്ചതിൽ പല രീതിയിലുള്ള വളങ്ങൾ ചേർത്ത് കൊടുത്താൽ നല്ല റിസൾട്ടാണ്. നമ്മുടെ ചെടികൾക്ക് നല്ല തണുപ്പും കിട്ടും. അതുപോലെ തന്നെ ചെടികൾ ധാരാളം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. 15 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ നമ്മളിങ്ങനെ മാറി മാറി വളപ്രയോഗം ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഏത് ചെടിയും ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ റോസാ ചെടികൾക്ക് കൊടുക്കുന്ന വളങ്ങൾ നമുക്ക് എല്ലാ ചെടികൾക്കും കൊടുക്കാം. ഇതുപോലെ തന്നെ ഈ ഇന്നുണ്ടാക്കുന്ന ഈ ഒരു കാണിച്ച വളം നമ്മുടെ പച്ചക്കറി തൈകൾക്കും കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള പച്ചപ്പോറ്, ഈ ചൂട് സമയത്തും നല്ല പച്ചപ്പോറുകൂടി റോസയൊക്കെ നിൽക്കണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള വളങ്ങൾ കൊടുത്താൽ മാത്രമേ ആ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരത്തുള്ളൂ. നമ്മുടെ നേച്ചറിലൊക്കെ ധാരാളം പൂക്കൾ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ല, നമ്മുടെ വീട്ടിലും അതുപോലെ കാണണമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു 3/4 ഭാഗമെങ്കിലും നമുക്ക് വീട്ടിൽ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മളിങ്ങനെ മാറി മാറി വളപ്രയോഗം നടത്തിയേ മതിയാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ റോസ 1-2 പൂ ഇട്ടതിന് ശേഷം മുരടിച്ച് പോകും. മുരടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അത് പതുക്കെ ഉണങ്ങിപ്പോവും, കമ്പുകളൊക്കെ ഉണങ്ങിപ്പോവും. അങ്ങനെ ആ റോസ നശിച്ചു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്.
അപ്പം വീണ്ടും വീണ്ടും റോസകൾ നല്ലവണ്ണം പൂക്കളിടണമെങ്കിൽ നമ്മൾ വളപ്രയോഗം മസ്റ്റായിട്ടും ചെയ്യണം. അപ്പം വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് അതുപോലെ ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതൊക്കെ ഒന്ന് കാണാൻ മറക്കല്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ റോസയിലൊക്കെ ആദ്യമൊക്കെ എനിക്ക് റോസ വെച്ചിട്ട് പരാജയമായിരുന്നു. ഇതുപോലെ മുരടിച്ചൊക്കെ പോകുമായിരുന്നു. പിന്നീട് ഞാനത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്താണ് ഇപ്പം എനിക്ക് കുഴപ്പമില്ലാതെ റോസയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പം പിന്നെയും നമുക്ക് റോസ വാങ്ങിച്ചു വെക്കാനുള്ള ഒരു ആഗ്രഹം വരുമല്ലേ, ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേനും. പിന്നെയും നമ്മൾ ചെടികൾ വാങ്ങിച്ചു വെക്കും. നമ്മളെ ചെടികൾ പൂക്കളുണ്ടാകുമെന്ന് അറിഞ്ഞ് നമുക്ക് എങ്ങനെയാണ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെടി വാങ്ങിച്ച് അതേമാതിരി ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം നല്ല രീതിയിൽ എല്ലാ ചെടികളിലും ഇപ്പോൾ പൂക്കളുണ്ട്. അപ്പോൾ ഈ ഒരു വേനൽക്കാല സമയത്ത് നല്ലവണ്ണം പൂക്കളുണ്ടാകുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ.